ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും അതിന്മേൽ മൂടാൻ പാടില്ല, പട്ടുമൂടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരെ കുറിച്ചാണ്. തങ്ങന്മാരും ഔലിയാക്കന്മാരും ബീവിമാരും ഒക്കെ ആണെങ്കിൽ നല്ല ഉയരത്തിൽ കെട്ടിപ്പടുത്ത് അലങ്കരിക്കണമെന്ന്. ഇതെങ്ങനെയാ ശരിയാവുക? അള്ളാന്റെ റസൂല് യഹൂദി നസറാനികളെ ശപിച്ചപ്പോ കാരണം പറഞ്ഞതെന്താ? അവരുടെ നബിമാരുടെ ഖബറുകളെ അവരലങ്കരിച്ചുകൊണ്ട് ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നാണ്. അതിനെയാണ് അള്ളാന്റെ റസൂല് ശപിക്കുന്നത്. നബിമാരുടെ ഖബറുകളെ പോലും അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ശാപമുണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ, സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുസ്തഫായുടെ മരണത്തിന്റെ നേരത്ത് പോലും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. ഞാനിതാ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അരുതേ എന്ന് ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ വിലക്കുന്നു. റസൂലുള്ള മരിക്കുന്ന നേരത്ത്, വഫാത്താകുന്ന നേരത്ത് നൽകിയ വസിയത്താണ് എന്ത്? ജാറമുണ്ടാക്കരുത്, അത് കെട്ടിപ്പടുക്കരുത്, കുമ്മായമിടരുത്, അതിന്മേൽ വിളക്ക് കൊളുത്തരുത്, എടുപ്പുണ്ടാക്കരുത്, ആ വിധത്തിലുള്ള കാര്യങ്ങൾ വിളക്ക് കൊളുത്തരുത്, ഒക്കെ ശാപം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ അതാ ഇപ്പൊ അടുത്ത് മരിച്ചുപോയവര് തങ്ങള്, അയാൾ കൂറത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങള് മരിച്ചപ്പോഴേക്ക് അവിടെ ഉണ്ടാക്കിയ പുകിലുകൾ എന്തൊക്കെയാണ്? ഒരാളുടെ ഖബറ് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്നതാണ് നബിതങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഖബർ അങ്ങനെയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങനെയാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അങ്ങനെയാണ്. അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതേ അടുത്ത ദിവസം മരിച്ചുപോയ തങ്ങൾ മരിച്ചപ്പോഴേക്ക് രാവിലെ ഖബറിന്റെ ഒരു രൂപം, വൈകുന്നേരമായപ്പോ മാറി, പിറ്റേന്നായപ്പോഴേക്ക് മോഡൽ മാറി, മൂന്നാം ദിവസമായപ്പോഴേക്ക് മോഡൽ മാറി. അങ്ങനെ അതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതേ ജാറത്തുമ്മൽ പട്ടുമൂടി, അവിടെ നാലു ഭാഗവും അതേ ഗ്രിൽസുകൾ കെട്ടി, അവിടെ അതാ വെള്ളം വെക്കുന്നു, കറാമത്ത് ചാർജ് ചെയ്യാനും ബറക്കത്തെടുക്കാനും എന്ന് പറഞ്ഞ് പെട്ടിവെക്കാനുള്ള നേരം പോലുമില്ല. അപ്പോഴേക്ക് പണക്കെട്ടുകൾ അങ്ങോട്ട് വിതറുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ദർഗ കൊണ്ടോ മഖാമ് കൊണ്ടോ ജീവിക്കുന്നതിലെ അസൂയ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പണത്തേക്കാളപ്പുറം പോക്കറ്റടിക്കപ്പെടുന്നത് നമ്മുടെ ഈമാനാണ്. ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോ നിന്റെ റബ്ബാരടോ, നിന്റെ നബിയെ കുറിച്ച് നിനക്ക് എന്താണടോ അറിയാ, നിന്റെ ദീനേതടോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്ത് നൽകിയ അന്തിമമായ വസിയത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ജാറം നിർമ്മിച്ച് ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറവും കെട്ടിപ്പടുത്ത് അതേ കുമ്മായമിട്ട് അതിന്മേൽ താബൂത്ത് വെച്ച് പെട്ടിവെച്ച് അതിന്മേൽ പിന്നെ പട്ടുമൂടി, അവിടെ പിന്നെ അങ്ങനെ ദർഗയും പൂമാലകളും പടവേറും നേർച്ചകളും ഒക്കെ ചാർത്തിയിട്ട് നാലുഭാഗം ഇരുന്നു കൊണ്ട് പിന്നെ അയാളെക്കുറിച്ച് ഇല്ലാത്ത പലതും പറഞ്ഞ് അയാളെ വിളിച്ചു തേടുവാനുള്ള ആഹ്വാനങ്ങളിലേക്ക് ജനമെത്തുന്ന രൂപം കണ്ടില്ലേ? എത്ര ഗൗരവമാണ് ഉമ്മമാരെ, എത്ര ഗൗരവമാണ് സഹോദരന്മാരെ. ഇത് പറയാൻ പാടില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കിയത്? ഇത് പറഞ്ഞാൽ നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നാണോ പറയുന്നത്? നമുക്ക് വലുത് നമ്മുടെ ഇസ്ലാമല്ലേ, നമ്മുടെ ദീനല്ലേ? ആര് മരിച്ചാലും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല.